എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡുവിലെ 3ാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ. മിക്കവാറും ഈ മാസം തന്നെ തുക വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തുക വിതരണത്തിന് മുന്നോടിയായി വെബ്സൈറ്റിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. കൂടുതൽ ആളുകൾക്ക് തുക ലഭ്യമാകുന്ന തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ വെബ്സൈറ്റിൽ ഒരുങ്ങിയിട്ടുണ്ട്. PM കിസാൻ വെബ്സൈറ്റിൽ eKYC താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു എങ്കിലും ഇതിപ്പോൾ സജീവമായിട്ടുണ്ട്. PM കിസാൻ വെബ്സൈറ്റിൽ 5 പുതിയ ഓപ്ഷനുകളാണ് വന്നിട്ടുള്ളത്. ഇത് പ്രധാനമായും ശ്രദ്ധിക്കുകയാണ് എങ്കിൽ പല കർഷകർക്കും തുക തടസ്സപ്പെട്ടിട്ടുള്ളത് വിവിധ കാരണങ്ങൾ കൊണ്ടാണ്. അതുകൾ കൊണ്ടോ അല്ലെങ്കിൽ പൊരുത്തക്കേടുകൾ കൊണ്ടോ ആണ്. അത് വിട്ടുപോയിട്ടുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പുതിയ ഒരു ഓപ്ഷൻ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേഷനാണ് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ ആകും എന്നുള്ളത്. നമ്മൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ പഴയതാണ് എങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ മൊബൈൽ നമ്പർ മാറ്റേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ആ നമ്പർ ഇനി PM കിസാൻ വെബ്സൈറ്റിൽ നിന്നും പെട്ടെന്ന് മാറ്റാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ റീഫണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കോണ്ടാക്റ്റ് പോയിന്റ് പരിശോധിക്കാനുള്ള അവസരം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വമേധയാ ഉള്ള കീഴടങ്ങലും പിൻവലിക്കലും, അതായത് നിലവിൽ PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകർക്ക് അത് സ്വമേധയാ തിരിച്ചേൽപ്പിക്കാനുള്ള അവസരം ഉണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അത് കുറച്ചുകൂടി വിപുലപ്പെടുത്തിയിട്ട് വെബ്സൈറ്റിൽ കുറച്ച് കാര്യമായ രീതിയിൽ അത് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ PM കിസാൻ സമ്മാൻ നിധി തുക വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ PM കിസാൻ സമ്മാൻ നിധി വാങ്ങാൻ അർഹതയില്ല അല്ലെങ്കിൽ ഈ തുക വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് സറണ്ടർ ചെയ്യാൻ, അത് ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അത് മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടി ലളിതമാക്കിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആദായ നികുതി അടയ്ക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ PM കിസാൻ സമ്മാൻ നിധി തുക വാങ്ങാൻ കഴിയില്ല. വാങ്ങിയാൽ പിന്നീട് ഇതുവരെ വാങ്ങിയിട്ടുള്ള 1 മുതൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള എല്ലാ തുകയും തിരിച്ചടയ്ക്കേണ്ട അവസ്ഥയുണ്ടാകും. അതിനുള്ള നോട്ടീസ് കിട്ടും. അതിന് പകരം ഇങ്ങനെ സ്വമേധയാ കീഴടങ്ങുകയാണ് അല്ലെങ്കിൽ ഒഴിവാക്കുകയാണ് എങ്കിൽ നമുക്ക് ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരില്ല. ഇനി അങ്ങോട്ട് ലഭിക്കുകയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന്, കീഴടങ്ങൽ റദ്ദാക്കൽ നില പരിശോധിക്കാനുള്ള ഓപ്ഷൻ കൂടി പുതുതായി വന്നിട്ടുണ്ട്. പല കർഷകർക്കും 21ാമത്തെ ഗഡു മുടങ്ങിയിരുന്നു. അങ്ങനെയുള്ളവർ eKYC പൂർത്തീകരിക്കേണ്ടതാണ്. ബയോമെട്രിക് അല്ലെങ്കിൽ ഐറിസ് സ്കാൻ ഉപയോഗിച്ച് eKYC പൂർത്തീകരിക്കുക. മൊബൈൽ നമ്പർ മാറ്റേണ്ടവരാണ് എങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വിട്ടുപോയിട്ടുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകൾക്കും അടുത്ത ഗഡു ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ്. 22ാമത്തെ ഗഡുവിൻ്റെ വിതരണത്തിന് ഇനി ശേഷിക്കുന്നത് ഈ മാസത്തെ ബാക്കിയുള്ള ദിവസങ്ങൾ. ഇനിയിപ്പോൾ 3-ാം തീയതി കഴിഞ്ഞു, ബാക്കിയുള്ള ദിവസങ്ങൾ, അതുപോലെ തന്നെ മാർച്ച് മാസത്തെ 31 ദിവസം. ഇതിനുള്ളിൽ ഈ തുക എന്തായാലും ലഭിക്കും. അപ്പോൾ ഈ 2000 കാത്തിരിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. എന്തെങ്കിലും വന്നിട്ടുണ്ട് എങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്ക്.